ജീവിതയാത്രകളെന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. അന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ലൈഫിൽ ഏറ്റവും ഇൻസൾട്ടഡ് ആയതൊക്കെ ഒരു സമയമായിരുന്നത്. ഫാഷനിലേക്കുള്ള എൻ്റെ പ്യുവറായിട്ടുള്ള എൻട്രി അത് എന്താ പറയുക, ഫാഷനിലുള്ള എല്ലാവർക്കും അറിയാം എന്തിനായിരുന്നു ഞാൻ വന്നതെന്നും. അപ്പം ആക്ച്വലി റിയാസ് ഭായി ആണ് എന്നെ ഫാഷനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഞാൻ കോഴിക്കോടുകാരനായതിനെ കൊണ്ട് കോഴിക്കോട് എന്തെങ്കിലും കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കൊച്ചിയിൽ വന്നിട്ടൊരു ഷോ ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇന്ത്യയിലുള്ള ഏത് ടോപ്പ് മോഡൽസിനോടും ഏത് ഡിസൈനേഴ്സിനോട് ചോദിച്ചാലും മലബാർ ബ്രൈഡൽ ഫാഷൻ വീക്ക് എന്ന് പറഞ്ഞ ഷോ പറയുന്ന സമയത്ത് ആദ്യം പറയുന്നത് ആ റെഡ് കളർ ഡ്രസ്സ് ഇട്ട കളക്ഷൻ്റെ. ബട്ട് ഇന്ന് എല്ലാവരും സ്വയം പരിചയപ്പെടുത്തുന്നത് ഞാൻ മോഡലാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണാൻ തുടങ്ങി. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഇപ്പം ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് കൊളാബ് നമ്മൾ പലപ്പോഴും വിളിക്കാറുണ്ട്. ബിക്കോസ് അവർക്ക് ആ പ്രൊഫൈൽ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് കിട്ടും. മലബാർ ബ്രൈഡൽ ഫാഷൻ വീക്ക് എന്ന് പറയുന്നത് ഞാനാണ് അതിൻ്റെ ഫൗണ്ടറെങ്കിലും ഞാനാണ് അതിൻ്റെ ഐഡിയ എങ്കിലും അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത ഷോ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ടീമുണ്ട്. എന്നെ മാത്രം വിശ്വസിച്ച് നിൽക്കുന്ന, എന്നെ പോലെ കാണുന്ന എനിക്കൊരു ടീമുണ്ട്. ഒരു ഫാഷൻ ഷോയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരാൾ എന്ന് പറയുന്നത് ഷോ ഡയറക്ടറല്ല. ഞാൻ ഷോ ഡയറക്ടറാണെങ്കിൽ എനിക്കല്ല ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഷോ കൊറിയോഗ്രാഫ് ചെയ്യുന്നതാണെങ്കിൽ എനിക്കല്ല. ഇവിടെ ഷോ ഡയറക്ടറുടെ പേരിലാണ് ഷോ അറിയപ്പെടുക, ഷോ കൊറിയോഗ്രാഫറുടെ പേരിലാണ് ഷോ അറിയപ്പെടുക. അതല്ല വേണ്ടത്, ഡിസൈനറുടെ പേരിലാണ്. എന്നാലും ഒരു കിഡ്സിൻ്റെ ഷോ ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര ഒരു അതിശയം തോന്നാം. ഒരു കുട്ടി ഇങ്ങനെ നടന്നു പോയിട്ട് സ്റ്റേജിൽ പോയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. ആ കുട്ടിയൊക്കെ ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. ആ ക്യൂട്ട്നെസ് മറന്നുകൊണ്ട് വലിയ ആളുകളൊക്കെ ചെയ്യുന്ന പോലെ എന്തൊക്കെയോ ചെയ്ത് കിട്ടുക. ജസ്ന, ഞാനെന്താ പറയേണ്ടത്, എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച എല്ലാ സങ്കടങ്ങൾക്കുള്ള റിസൾട്ടാണ് ജസ്ന. ലൈഫിൽ ചിലപ്പോൾ എന്നെ വേണ്ടാന്ന് വെച്ച് പോയ ആളുകളുണ്ട്.